അങ്ങനെ വേൾഡ് കപ്പ് കഴിഞ്ഞ് ഇനി 4 വർഷത്തിന് ശേഷം അടുത്ത വേൾഡ് കപ്പ് 2030. ഇനി ആ ഒരു സമയത്ത് ഫുട്ബോൾ കാണാം എന്ന് വിചാരിക്കുന്നവരോടാണ്, ശരിക്കും നിങ്ങൾ ഈ വേൾഡ് കപ്പിലെ ഒട്ടുമിക്ക മത്സരങ്ങളും എൻജോയ് ചെയ്തിട്ടില്ലേ? എത്രയെത്ര ആവേശകരമായ മത്സരങ്ങൾ നമ്മൾ കണ്ട്. നിങ്ങൾ നിങ്ങളുടെ ടീമിന് വേണ്ടിയിട്ട് കൈയടിച്ചിട്ടില്ലേ? ഓരോരോ മൊമെൻറ്റും നിങ്ങൾ എൻജോയ് ചെയ്തിട്ടില്ലേ? ഇങ്ങനെയുള്ള ഒരുപാട് മൊമെൻറ്റ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് മത്സരങ്ങൾ, അല്ലെങ്കിൽ ഇതിലും നല്ല മത്സരങ്ങൾ ക്ലബ്ബ് ഫുട്ബോളിൽ ഇനി വരാൻ കിടക്കുന്നുണ്ട്. 2 ആഴ്ചയ്ക്ക് ശേഷം ക്ലബ്ബ് ഫുട്ബോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പ്രീമിയർ ലീഗ്, ചാമ്പ്യൻസ് ലീഗ്, ലാലിഗ, ബുണ്ടസ് ലീഗ, അങ്ങനെ ഒരുപാട് ലീഗുകൾ നമ്മൾ ക്ലബ്ബ് ഫുട്ബോളിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നിങ്ങൾ ഈ വേൾഡ് കപ്പിലെ മാച്ചസ് എൻജോയ് ചെയ്ത പോലെ തന്നെ നിങ്ങൾ ഈ ക്ലബ്ബ് ഫുട്ബോൾ മാച്ചസും വാച്ച് ചെയ്യുക, എൻജോയ് ചെയ്യുക. ആ ഒരു ഫുട്ബോൾ ഗെയിം ക്ലബ്ബ് ഫുട്ബോളിലൂടെ ഫോളോ ചെയ്യാം. കാരണം ഒരു പ്ലെയർ തൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ മാച്ചുകൾ കളിക്കുന്നത് ക്ലബിന് വേണ്ടിയിട്ടായിരിക്കാം. ഇൻ്റർനാഷണൽ മാച്ചസിനെക്കാട്ടും കൂടുതൽ പ്ലെയേഴ്സ് കളിക്കുന്നത് ക്ലബ്ബ് ഫുട്ബോളാണ്. അപ്പോൾ അവിടെയാണ് അവർക്ക് കൂടുതൽ മൊമെൻറ്റ്സ് ഉണ്ടാകുന്നത്, അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ മനസ്സിലാകുന്നത്, അവരുടെ സ്കില്ല് മനസ്സിലാവുന്നത്. അപ്പം ഇങ്ങനെയുള്ള വേൾഡ് കപ്പിൽ നമ്മൾ കണ്ട പോലെയുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ക്ലബ്ബ് ഫുട്ബോളിലും നമുക്ക് കാണാൻ കഴിയും, നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയും. സോ ഡു ഫോളോ ദി ക്ലബ്ബ് ഫുട്ബോൾ ആൻഡ് എൻജോയ് ദി ബ്യൂട്ടിഫുൾ ഗെയിം.